ഹായ്. ഇൻഡോർ ആയിട്ടും സെമി ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഈ എല്ലാ പ്ലാന്റ്സിനും ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ്. പ്രാക്ടിക്കലി ഇറ്റ് ഡസൻറ്റ് വർക്ക്. നമ്മുടെ ഗാർഡനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കളക്ഷനിലേക്ക് വരുന്ന ഒരു പുതിയ പ്ലാന്റ്, ആ പ്ലാന്റിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് തന്നെ വേണം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമുക്ക് ആ പ്ലാന്റ് നഷ്ടപ്പെടാൻ ഇടയുണ്ട്. ഇൻഡോർ ആയിട്ട് വയ്ക്കുന്ന നമ്മൾ പ്ലാന്റ്സിന് തയ്യാറാക്കുന്ന ഒരു പോട്ടി മിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല എയറേഷനുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. അതുപോലെ തന്നെ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആയിരിക്കണം. പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ റൂട്ട്സിൻ്റെയൊക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്ന ഒരു പോട്ടി മിക്സ് ആയിരിക്കണം. അതുപോലെ തന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി റീറ്റെയിൻ ചെയ്യുന്ന ഒരു പോട്ടി മിക്സ് ആയിരിക്കണം. ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സിന് എങ്ങനെ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സിന് വേണ്ടുന്ന പോട്ടി മിക്സ് ആണ് ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. വാ. 2 പോർഷൻ കോക്കോപിറ്റ്, നമ്മൾ ഗാർഡൻ സോയിൽ അത് 2 പോർഷൻ, പിന്നെ റൈസ് ഹസ്ക് അല്ലെങ്കിൽ നമ്മൾ ഉമി 4 പോർഷൻ എടുക്കണം. ദെൻ വെർമി കമ്പോസ്റ്റ് 1 പോർഷൻ, കരി നമ്മൾ കരി 1 പോർഷൻ, ദെൻ പെർലൈറ്റ് 1 പോർഷൻ. അപ്പോൾ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും കൂടി നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ പോട്ടി മിക്സ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു പോട്ട് എടുക്കുക. അതിൻ്റെ ബേസിൽ നമ്മൾ ഉണങ്ങിയ ഇല പൊടിച്ചതാണിത്. ഇത് എന്താ വെച്ചാൽ ഇത് നല്ല ചെടിക്ക് നല്ല ഒരു വളർച്ച കിട്ടാൻ സഹായിക്കും. എന്നിട്ട് ഇതിൽ നമ്മൾ വേണം പോട്ടി മിക്സ് ഫില്ല് ചെയ്യാം. ഒരു അര ഭാഗത്തോളം പോട്ടി മിക്സ് ഫില്ല് ചെയ്യാം. അതിനുശേഷം കുറച്ച് നീം പൗഡർ, നീം കേക്കിൻ്റെ പൗഡറാണിത്, അത് ശകലമിടുക. അപ്പോൾ നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കാം. അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി. ഈ നീം കേക്ക് പൗഡർ ഇടുന്നതുകൊണ്ട് ഇനി നമുക്ക് വീണ്ടും സാഫിൻ്റെ ആവശ്യമില്ല, ഇത് മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പ്ലാന്റാണ് നമ്മൾ റീപോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഫിലോഡെൻഡ്രോൺ ഗോൾഡൻ മാലിനോണി എന്ന് പറയും. ഈ പ്ലാന്റ് നന്നായി വേരെല്ലാം ഇറങ്ങിയതാണ്, ഏരിയൽ റൂട്ട്സ് എല്ലാം നന്നായി വന്നതാണ്. അപ്പോൾ ഈ പ്ലാന്റ് പോട്ടിൻ്റെ സെൻറ്ററിൽ വെക്കുക. ബാക്കിയുള്ള സ്ഥലം നമ്മൾ പോട്ടി മിക്സ് കൊണ്ട് ഫില്ല് ചെയ്യാം. നമ്മൾ പോട്ടി മിക്സ് നന്നായി ഫില്ല് ചെയ്ത് പ്ലാന്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായി ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ പ്ലാന്റിനെ കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കൂടുതൽ അറിയാം. അപ്പോൾ അതുവരെ പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. Okay, bye.